ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ചെമ്മനീർപ്പൂവിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയും രേവതിയും കൂടി ആ വക്കീലിൻ്റെ മുന്നിൽ നിൽക്കുക. അപ്പോൾ വക്കീലിൻ്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ആദ്യം അമ്മയോട് സംസാരിക്കുക, അമ്മയോട് പരാതി പിൻവലിക്കാനായിട്ട് പറ, അപ്പോഴേക്കും കേസ് എളുപ്പമാകും. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സാറേ അത് നടക്കില്ല സാറേ, അമ്മ പറഞ്ഞാൽ കേൾക്കില്ല, കാരണം അമ്മയാണ് ഇതിൽ കേസ് കൊടുത്തിരിക്കുന്നതല്ലോ. അപ്പോൾ ഇവളോടൊക്കെ ഭയങ്കര അരിശമാണ്, ഇവരുടെ കുടുംബത്തോട് ഭയങ്കര അരിശമുള്ള കൂട്ടത്തിലാണ് അമ്മ. അതുകൊണ്ട് അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കേൾക്കില്ല, അമ്മ കേസ് പിൻവലിക്കില്ല എന്ന് പറയാം. പിന്നെ എന്താ ചെയ്യേണ്ടത്? അമ്മ ആര് പറഞ്ഞാൽ കേൾക്കും? അതൊന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതിനുശേഷം നമുക്ക് ചിന്തിക്കാമല്ലോ. അമ്മ അനുസരിക്കുന്ന ഒരാളേ ഉള്ളൂ, അത് അച്ഛനാണ് എന്നൊക്കെ രേവതി പറയാം. എങ്കിൽ പിന്നെ അച്ഛനോട് സംസാരിക്കേ, അച്ഛനോട് പറ അമ്മയെ കൊണ്ട് ഈ പരാതി പിൻവലിക്കാനായിട്ട്. അല്ലാതെ വേറെ എന്ത് ചെയ്യാനാണ് സച്ചി? സാർ, ഞങ്ങൾ പറഞ്ഞു നോക്കാം സാർ, പക്ഷേ അച്ഛൻ പറഞ്ഞാലും അമ്മ കേൾക്കുമെന്ന് ഇപ്പോഴൊരു ഡൗട്ടാണ്. കാരണം ഈ കേസിൽ എങ്ങനെയെങ്കിലും ഈ ശരത്ത് ജയിലിനുള്ളിൽ പോകണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. അപ്പോൾ ഈ കേസ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് പിൻവലിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല സാറേ. ഇത് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ആദ്യം സംസാരിക്കടോ, താൻ അച്ഛനോട് സംസാരിക്കുക, എന്നിട്ട് അച്ഛനെ കൊണ്ട് അമ്മയോട് പറയിപ്പിക്കാൻ പറ. അങ്ങനെ അഥവാ അവർ സമ്മതിച്ചില്ലെങ്കിൽ, കേസ് പിൻവലിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് ബാക്കി അതിനുള്ള വഴി നോക്കാന്നേ, വേറെന്തെങ്കിലും ചിന്തിക്കാം. അല്ലാതെ ശരത്തിനെ ഒരിക്കലും പോലീസ് പിടിച്ചുകൊണ്ട് പോകില്ല. എന്താ നിങ്ങൾക്ക് അതുപോരെ? ഇതൊക്കെ കിട്ടുമ്പോഴേക്കും ഒരുപാട് നന്ദിയുണ്ട് സാറേ, ഞങ്ങൾ ഏതായാലും പോയി സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയുക. അങ്ങനെ രേവതിയും സച്ചിയും കൂടി നേരെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പം അച്ഛൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അച്ഛ എന്ന് പറഞ്ഞു, എന്താടാ? അച്ഛ, അതെ, ശരത്തിനെ തേടി പോലീസ് നടക്കുന്നുണ്ട് അച്ഛ. കുറ്റവാളി ആയാൽ പോലീസുകാർ തിരഞ്ഞു നടക്കും. അതിനിപ്പോൾ എന്തിനാ എന്നോട് പറയുന്നത്? കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അതല്ല അച്ഛ, അവനെ പിടിച്ചുകൊണ്ട് പോയാൽ അവനെ ജയിലിലടക്കച്ച. അടയ്ക്കട്ടെ, അവൻ തെറ്റ് ചെയ്തില്ലേ? അപ്പം പിന്നെ എന്തിനാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടും. അങ്ങനെ അവനെയും കൂട്ടിക്കൊണ്ട് പോട്ടെ. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നിക്കുക. അച്ഛൻ്റെ വായിൽ നിന്നും കൂടി അങ്ങനെ ഒരു സംഭവം കേട്ടിരിക്കുകയാണല്ലോ. അച്ഛാ, എന്തിനാ അച്ഛാ? ഞാൻ എൻ്റെ അനിയനെ ന്യായീകരിക്കുന്നല്ല, അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. അവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ, അവനെ ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഭാവി ജീവിതം എന്താകും അച്ഛാ? അതുകൊണ്ടാണ് അച്ഛനോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത് അച്ഛാ. അവൻ ചെയ്തതിന് ഞാൻ അച്ഛനോട് മാപ്പ് പറയാണ്. അവനല്ലാതെ കുടുംബത്തിൽ ആരും താങ്ങും തണലായിട്ടില്ല അച്ഛാ. ഒരു ആൺതരിയല്ലേ ഉള്ളൂ. അപ്പോൾ ആ കുടുംബത്തെ നോക്കാനുള്ളതും അവൻ തന്നെയല്ലേ. അവൻ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകും അച്ഛാ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് തന്നെ രേവതി ഇങ്ങനെ പറയാണ്. അപ്പോൾ സച്ചിയും പറയണം, അതുകൊണ്ട് അച്ഛാ, അച്ഛനൊരു കാര്യം ചെയ്താൽ മതി അച്ഛാ. അച്ഛൻ അമ്മയെ പോയി ഒന്ന് കാണണം. അമ്മ കേസ് പിൻവലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസ് തേഞ്ഞുമാഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. കേസില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒന്ന് എഴുതി കൊടുത്താൽ മതി. അപ്പോഴേക്കും ഈ കേസ് തേഞ്ഞുമാഞ്ഞു പോകും അച്ഛാ. ദയവ് ചെയ്ത് ശരത്തിൻ്റെ കാര്യത്തിൽ ഒന്ന് ഇടപെടണം. ഇത് കേട്ടുകൊണ്ട് വരികയായിരുന്നു നമ്മുടെ സുധി. ഇത് കേട്ടതും എടാ നിർത്തടാ അച്ഛാ, ഇവൻ പറയുന്നൊന്നും കേൾക്കാനായിട്ട് നിൽക്കരുത് അച്ഛാ. അത് ശരി, ശരത്തിനെ കൊടുത്ത കേസ് അത് പിൻവലിക്കാനായിട്ട് പാടില്ല അച്ഛാ. അങ്ങനെ ഒരു കാര്യം ചെയ്യരുത്. അവൻ ജയിലിൽ കിടക്കട്ടെ. അവൻ ചെയ്തതേ നിസ്സാര സംഭവമല്ല, റോബറിയാണ്. അതുകൊണ്ട് അവൻ്റെ ഈ കേസ് പിൻവലിക്കരുത് അച്ഛാ, ഒരു കാരണവശാലും പിൻവലിക്കരുത് എന്നിങ്ങനെ സുധി പറയുമ്പോൾ സച്ചിക്ക് കലവരെ എടാ നിർത്തടാ, നിന്നോടിപ്പോൾ ചോദിച്ചില്ലല്ലോ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നീ അച്ഛൻ്റെ മനസ്സ് മാറ്റിയെടുക്കുകയാണെന്ന് മനസ്സിലായി അച്ഛാ. ഇവൻ്റെ ഏത് കാര്യവും അച്ഛൻ സാധിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ഈ കാര്യം അച്ഛൻ സാധിച്ചു കൊടുക്കരുത്. സാധിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു കള്ളനായിരിക്കും പുറത്തു പോകാനായിട്ട് പോകുന്നത്. അവൻ ജയിലിൽ കിടക്കേണ്ടത് തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ സുധിക്ക് കലി വരികയാണ്, നിർത്തടാ. സച്ചിക്ക് കലി വരികയാണ്, നിർത്തടാ. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഓഹോ, നീ മോശക്കാരനാണോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കഴുത്തിങ്ങേറി കുത്തിപ്പിടിക്കുകയാണ്. അപ്പോൾ രവിയാണെങ്കിൽ നിർത്ത്, എന്തിനാ നിങ്ങൾ കിടന്ന് തല്ലി പിടിക്കണം? നിർത്താനാ പറഞ്ഞത്. കണ്ടോച്ചാ, അവൻ്റെ ദേഷ്യം കണ്ടില്ലേ? അയ്യടാ, അവൻ്റെ ഭാര്യയുടെ അനിയനെ നോക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവൻ്റെ ഭാര്യയുടെ അനിയനെ പച്ച കള്ളനാണ്. ശരിക്കൊരു ക്രിമിനൽ മൈൻഡുള്ള ഒരു മനുഷ്യനാണ് എന്നൊക്കെ പറയാം. അതുകൊണ്ട് അവൻ ജയിലിൽ കിടക്കട്ടെ. അവൻ ജയിലിൽ കിടന്നാൽ ഇവിടെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചിയുടെ യഥാർത്ഥ മുഖം പുറത്തു വരികയാണ്. അതേടാ, നിനക്ക് മറ്റുള്ളവർ ജയിലിൽ കിടക്കുന്നതാണല്ലോ താല്പര്യം. അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെ പറയുന്നത്. എടാ, പഴയ കാര്യങ്ങളൊന്നും എന്നെക്കൊണ്ട് പൊക്കിക്കൊണ്ട് വരരുത്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രേവതിയുടെ മുഖഭാവം എന്ന് പറയുന്നുണ്ട്. കാരണം രേവതി ഇവരെന്താ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ സുധിക്കാകെ പണി കിട്ടിയൊരു അവസ്ഥയിലായിപ്പോയി.
പഴയ കാര്യങ്ങളെല്ലാം പൊക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞെങ്കിൽ താൻ അവിടെ ഒന്നും അല്ലാതെയായി മാറുമെന്ന് ശ്രുതിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പിന്നീട് ശ്രുതി ഒരു അക്ഷരം പോലും മിണ്ടാതെ അവിടെ നിന്ന് ഒറ്റ പോക്കാണ്. അപ്പോൾ സച്ചി പറയണം, അച്ഛാ ദയവ് ചെയ്ത് ഞങ്ങളുടെ ഒരു കാര്യം കേൾക്കണം അച്ഛാ. അവൻ എന്ത് വേണേലും പറയട്ടെ അച്ഛാ, പക്ഷേ ശരത്തിൻ്റെ കാര്യത്തിൽ അത് അവൻ നിരപരാധിയാണ്. കാരണം അമ്മ അത്രയും വാശി പിടിച്ച് ഇവിടെ എന്തെല്ലാമാണ് അവന് ചെയ്തു കൂട്ടിയത്. അമ്മ അത്രയും വാശി പിടിച്ച് അവനെ കള്ളനാക്കി, അവനെ മോശമായി സംസാരിച്ചില്ലേ. അമ്മയോടുള്ള വാശി തീർക്കാൻ വേണ്ടിയാണ് അച്ഛാ അവൻ അങ്ങനെ ചെയ്തത്. അത് അച്ഛനും അറിയാം. ആ പൈസ നമുക്ക് തിരിച്ച് കിട്ടിയതുമാണ്. പിന്നെ എന്തിനാ അച്ഛാ ഇത്രയും നാളും മറഞ്ഞിരുന്ന ആ ഒരു രഹസ്യം ഇപ്പം എന്തിനാണ് കുത്തിപ്പൊക്കി കേസാക്കുന്നത് അച്ഛാ? ഇത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ അവൻ മുന്നോട്ട് പോകില്ലായിരുന്നോ അച്ഛാ? അമ്മയോടൊന്ന് പോയി സംസാരിക്കണം. അച്ഛൻ പറഞ്ഞ അമ്മ കേൾക്കും. ഒന്ന് പോയി സംസാരിക്കണമെന്ന് പറയാ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചി, നീ ഇങ്ങനെ കിടന്ന് പറയല്ലേ, ഞാൻ ചന്ദ്രയോട് സംസാരിച്ച് നോക്കാം. ശരി, നീ പറഞ്ഞ പോലെ തന്നെ സംസാരിച്ച് നോക്കാം. പക്ഷേ അവൾ സമ്മതിക്കോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല. ഈ ഒരു പ്രശ്നം കാരണമല്ലേ അവൾ ഇവിടെ നിന്ന് വിട്ടു പോയത്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? അച്ഛനൊന്ന് സംസാരിച്ചാൽ മാത്രം മതി. ശരി, നിങ്ങളുടെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ സംസാരിക്കാം. എനിക്ക് സംസാരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നമൊന്നുമില്ല. ഞാൻ സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ സച്ചിക്കാണെങ്കിലും അതേപോലെ തന്നെ രേവതിക്കുവാണെങ്കിലും ആകെ ടെൻഷൻ ഇങ്ങനെ കൂടി വരിക. പിന്നീട് കാണിക്കുക നമ്മുടെ ചന്ദ്രയാണ്. അപ്പം ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഭാമ വന്നിട്ട്, എന്താണ് ചന്ദ്രേ ഒരു ചിന്ത? അല്ല, ഇനിയിപ്പോൾ നമ്മുടെ രവിയെ കാണാത്തതിൻ്റെ സങ്കടമാണോ? രവിയോട് പിണങ്ങിയതിൻ്റെ സങ്കടമാണോ? എന്താ രവിയേട്ടനോട് പിണങ്ങാനോ? അതിന് ഞാൻ രവിയേട്ടനോട് പിണങ്ങിയില്ലല്ലോ. പിന്നെന്തിനാ സങ്കടപ്പെടുന്നത്? എനിക്ക് രവിയേട്ടനോട് പിണങ്ങാനൊന്നും പറ്റില്ല. ഞങ്ങൾ തമ്മിലേ നല്ല സ്നേഹത്തിൽ തന്നെയാണ്. സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ 30 വർഷം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചത്. പിന്നെ എന്തിനാ ഇങ്ങനൊരു സംസാരിക്കുന്നത്? ഓ, ഇത്രയും സ്നേഹം ഉണ്ടായിട്ടാണോ ആ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നത്? എൻ്റെ ഭാമേ, ഞാൻ ആ വീട് വിട്ട് ഇറങ്ങിപ്പോന്നാലും രവിയേട്ടനെ എന്നോട് മിണ്ടാതിരിക്കാനായിട്ട് സാധിക്കില്ലെന്നേ. കുറച്ചു നേരം ഞങ്ങൾ വഴക്കും പിണക്കമായിട്ടൊക്കെ നടക്കും. പക്ഷേ രവിയേട്ടൻ തന്നെ എന്നോട് സംസാരിച്ചുകൊണ്ട് വരും. ആഹാ, അപ്പം രവിയേട്ടന് ഭാമയോട് ഇത്ര സ്നേഹമാണല്ലേ? പിന്നെ അല്ലാതെ എന്നോട് വല്ലാത്ത സ്നേഹം തന്നെയാണ്. അങ്ങനെ ഒരു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ നിന്നൊരു കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. ചന്ദ്ര, ഇവിടെ നീ ഇവിടെ ഇരിക്കേ, ഞാൻ ആരാണെന്ന് നോക്കിയിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാമ പോയി കഥവ് തുറക്കുക. കഥവ് നോക്കിയപ്പോഴേ രവി. ആഹാ, ഇതാര്? രവിയേട്ടനോ? വാ രവിയേട്ടാ, രവിയേട്ടനെ കുറിച്ച് ഇപ്പം പറഞ്ഞതേ ഉള്ളു. 100 ആയുസാണ് കേട്ടോ. അകത്തേക്ക് കയറി വാ. ഞാനും ചന്ദ്രയും കൂടിയേ രവിയേട്ടനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചന്ദ്രയ്ക്ക് രവിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് ചെറിയൊരു ചമ്മലും നാണമൊക്കെ വരികയാണ്. അപ്പോൾ രവി ചോദിക്കണം, എന്താ ചന്ദ്രേ സുഖമാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും, ആ രവിയേട്ടാ എനിക്ക് സുഖം തന്നെയാ. രവിയേട്ടന് കുഴപ്പമില്ല, അങ്ങനെ ഇങ്ങനെ പോകുന്നു. എന്താ ഭാമയോട് എന്താണ് ഇവള് പറഞ്ഞത്? എന്നെക്കുറിച്ച് വല്ല കുറ്റവും പരാതിയാണോ പറഞ്ഞത്? ഇല്ല രവിയേട്ടാ, രവിയേട്ടനെ കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞത്. രവിയേട്ടൻ എനിക്ക് വലിയ സ്നേഹമാണ്. രവിയേട്ടനും അതേപോലെ തന്നെയാണ്, വല്ലാത്ത സ്നേഹമാണ് ചന്ദ്രയോട് എന്നൊക്കെയാ ചന്ദ്ര എന്നോട് പറഞ്ഞത്. ആണോ ചന്ദ്രേ? അങ്ങനെയാണോ പറഞ്ഞത്? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും എന്താ ഒരുപാട് വർഷങ്ങളായി കാണുന്നത് പോലെയാണല്ലോ സംസാരിക്കുന്നത്. രവിയേട്ടാ, രവിയേട്ടന് ചായ എടുക്കട്ടെ എന്ന് ഭാമ ചോദിച്ചു വെച്ചപ്പോഴേക്കും, വേണ്ട ഭാമേ, എനിക്കൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. എങ്കിലേ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ കടയിലൊന്ന് പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഭാമ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ചന്ദ്രേ, അവിടെ ഇരിക്കും ചന്ദ്രേ. അല്ല, നിനക്കെന്നപ്പം എന്നെ കാണാത്തതിൽ ഭയങ്കര ഒരു സങ്കടമൊക്കെ ഉണ്ടല്ലേ? സങ്കടമില്ലാതെ ഇരിക്കില്ലല്ലോ. പിന്നെ എന്തിനാ വീട് വിട്ട് ഇറങ്ങി പോകുന്നത്? അവിടെ നിൽക്കാറുന്നില്ലേ? രവിയേട്ടൻ ഇപ്പം എന്തിനാ വന്നത്? എന്നെ കൂട്ടിക്കൊണ്ട് പോകാനാണോ രവിയേട്ടൻ വന്നത്? അതിന് ഞാൻ കൂട്ടിക്കൊണ്ടു പോകാൻ എന്തിനാണ് ചന്ദ്രേ? ഞാനല്ലല്ലോ നിന്നെ പറഞ്ഞയച്ചത്. നീ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതല്ലേ. പിന്നെ ഞാനെന്തിനാ നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? ഓ, ശരി. അപ്പം പിന്നെ എന്തിനാണ് രവിയേട്ടൻ വന്നത്? അത് പിന്നെ ചന്ദ്രേ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ചന്ദ്ര ഒന്ന് കേൾക്കണം. ഞാൻ ചന്ദ്രയോട് സംസാരിക്കാൻ വേണ്ടി വന്നത് ശരത്തിനെതിരെ കൊടുത്ത ആ കേസില്ലേ, അത് പിൻവലിക്കണമെന്ന് പറയാൻ വേണ്ടി വന്നത്. ഓഹോ, അത് ശരി. ഞാൻ വിചാരിച്ച് എന്നോടുള്ള സ്നേഹം കൊണ്ട് രവിയേട്ടൻ എന്നെ കാണാൻ വേണ്ടി വന്നതാണെന്ന്. ഇപ്പോഴല്ലേ കാര്യങ്ങളെല്ലാം മനസ്സിലായത്. ആ പൂക്കാരിയുടെ ആങ്ങളയ്ക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയാണ് രവിയേട്ടൻ വന്നതല്ലേ? നടക്കില്ല രവിയേട്ട. ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് എന്നോട് അതിയായ സ്നേഹം ഉണ്ടെന്നാ. ഓ, അപ്പം ആ പൂക്കാരിയോടാണ് രവിയേട്ടൻ സ്നേഹം.
അല്ല, രവിയേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നല്ലോ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണമെന്നൊക്കെ. എന്നിട്ടിപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ പൂക്കാരി വന്ന് രവിയേട്ടൻ്റെ മനസ്സ് മാറ്റിയെടുത്തോ? എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും ചന്ദ്രേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, നീ ഇങ്ങനെ ധൃതി പിടിക്കല്ലേ. ദേ, എന്തിനാണ് അവനെ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നത്? അവൻ്റെ ഭാവി പോകൂലേ? അവൻ്റെ ഭാവി ഒന്ന് ചിന്തിച്ച് നോക്ക്. നീ എന്നത്രയും ശരത്തിനെ പറഞ്ഞത് കൊണ്ടാണല്ലോ ശരത്ത് നിന്നുള്ള വാശി തീർക്കാൻ വേണ്ടി ആ ഒരു മോഷണം നടത്തിയത്. പക്ഷെ ആ പൈസ നമുക്ക് തിരികെ കിട്ടുകയും ചെയ്തു. പിന്നെ എന്തിനാണ് ആ ചെറുക്കനെ ജയിലിൽ കൊണ്ട് അടക്കുന്നത്? നീ കേസ് പിൻവലിക്കണം. പിൻവലിച്ചില്ലെങ്കിൽ അവനെ ജയിലിലേക്ക് കൊണ്ടുപോകും. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് കൊണ്ടുപോട്ടേന്നേ. അവൻ ചെയ്തത് നിസ്സാര സംഭവമാണോ? വലിയൊരു മോഷണം തന്നെയല്ലേ നടത്തിയത്. അപ്പോൾ പിന്നെ അവനെ ജയിലിലേക്ക് കൊണ്ടുപോകണ്ടേ? അതല്ല, നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ മുഴുവൻ അറിയില്ലേ? അത് വലിയൊരു വിഷയമായി മാറൂലേ? രവിയേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആ കേസ് പിൻവലിക്കാനായിട്ട് പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞ നീ കേൾക്കില്ലല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ കേൾക്കുന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ചന്ദ്രേ. അപ്പോൾ എനിക്ക് ഒരു വിലയും നീ തരുന്നില്ലല്ലേ? അപ്പോൾ രവി ഇങ്ങനെ കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ശരി രവിയേട്ടൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കേസ് പിൻവലിക്കാം. ഇത് കേട്ട രവിക്ക് സന്തോഷം തോന്നുക. പക്ഷേ വേറൊരു കാര്യവും കൂടി ഉണ്ട്. വേറൊരു കാര്യം? എന്ത് കാര്യം? അത് വേറൊന്നുമല്ല, ഞാൻ രവിയേട്ടൻ പറഞ്ഞതുപോലെ കേസ് പിൻവലിക്കാം. പക്ഷേ രേവതി എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ രേവതി അവിടെ നിൽക്കാനായിട്ട് പാടില്ല. രേവതി ഇറങ്ങിപ്പോണം. ഇതോടെ ചന്ദ്ര, നീ എന്തൊക്കെയാ പറയുന്നത് ചന്ദ്രേ? രേവതി എന്തിനാ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്? രേവതി ആ വീടിന് ഇറങ്ങിപ്പോണം. അവരുണ്ടെങ്കിൽ ശരിയാവില്ല. അയ്യോ, രേവതി ഇറങ്ങിപ്പോയ സച്ചി അവിടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? സച്ചിക്കത് സങ്കടാവൂലേ? അത് സച്ചി ഇറങ്ങിപ്പോണെങ്കിൽ പൊയ്ക്കോട്ടേന്നേ. അവളാണ് അവന് വലുതെങ്കിൽ അവൻ ഇറങ്ങിപ്പോയിക്കോട്ടെ. എന്താ പ്രശ്നം? ചന്ദ്ര, നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് തോന്നുന്നു ചന്ദ്രേ? നീ എന്തൊക്കെയായാലും മറ്റുള്ളവർ പ്രസവിച്ചതുപോലെ തന്നെയല്ലേ സച്ചിയെയും നീ പ്രസവിച്ചത്. എന്നിട്ട് ഇങ്ങനെ ഇവിടുന്ന് സംസാരിക്കാൻ പാടുണ്ടോ ചന്ദ്രേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് രവിയേട്ടാ, ഞാൻ രവിയേട്ടനോടുള്ള കാര്യം പറഞ്ഞു. അവർ രണ്ടുപേരും അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലെന്നേ. അവിടെ 2 പണക്കാരി പെൺകുട്ടികളുള്ളതാണ്. പിന്നെ ലാസ്റ്റ് ഇവരുടെ പേരും പറഞ്ഞുകൊണ്ട് അവരിറങ്ങിപ്പോയി കഴിഞ്ഞാലോ എന്തായിരിക്കും സ്ഥിതി? നമുക്കത് വല്ലാത്ത നാണക്കേടായിരിക്കില്ലേ? ഹോ ചന്ദ്രേ, നിനക്കപ്പോൾ അതാണ് വലുതല്ലേ? ചന്ദ്രേ, നീ രേവതിയോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ മോശമായ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എപ്പോഴെങ്കിലും രേവതി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ നിന്റെ മറ്റ് 2 മരുമക്കളോടാണ് ഇങ്ങനെ സംസാരിച്ചിരുന്നെങ്കിലേ അവരെപ്പോഴേ പെട്ടിയും തൂക്കി ഇറങ്ങി പോയാനായിരുന്നു. ചിലപ്പോൾ നിന്റെ മുഖത്തടിച്ചിട്ട് പോലും ആയിരിക്കും പോകുമായിരുന്നു. അതൊന്നും രേവതി ചെയ്തില്ലല്ലോ. എന്നിട്ടും രേവതിയോട് നിനക്ക് വെറുപ്പാണല്ലേ സച്ചേട്ടാ? രവിയേട്ടാ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ കേസ് പിൻവലിക്കാന്നേ. ആദ്യം എൻ്റെ ഡിമാൻഡ് അംഗീകരിച്ചതാ. അവർ രണ്ടുപേരും ആ വീട്ടിലുണ്ടാകാൻ പാടില്ല. എൻ്റെ വീടാണത്. അവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ എനിക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സച്ചിയും രേവതിയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോട്ടെ. എന്നിട്ട് ഞാൻ കേസ് പിൻവലിക്കും. അല്ലാതെ വേറൊരു കാര്യത്തിനും എന്നോട് പറയാൻ വേണ്ട, ഞാൻ അനുസരിക്കുകയില്ല എന്നിങ്ങനെ രവിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ രവി അവിടെ നിന്നില്ല. രവി അവിടെ നിന്ന് പോവാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും വരുന്നു സുധിയും ശ്രുതിയും കൂടി. അപ്പോൾ ഇവരച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ അമ്മയെ കൂട്ടാൻ വേണ്ടി വന്നാണ് അച്ഛാ എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്കതിൻ്റെ ആവശ്യമില്ല, നീ മാറി നേടാ എന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ എന്തിനാ വന്നത്? അമ്മയെ കൂട്ടാൻ വേണ്ടി വന്നാണോ? അല്ല, കേസ് പിൻവലിക്കണമെന്ന് പറയാൻ വേണ്ടി. കേസ് പിൻവലിക്കണമെന്ന് പറയാൻ വേണ്ടിയോ? എന്നിട്ട് അമ്മേ എന്താ പറഞ്ഞ? അമ്മ എന്ത് പറഞ്ഞു? കേസ് പിൻവലിക്കാന്ന് പറഞ്ഞോ? അത് അദ്ദേഹത്തിൻ്റെ ഇറങ്ങിപ്പോകുന്നത് പോക്ക് കണ്ടപ്പോൾ നിനക്ക് തോന്നിയില്ലേ എന്താ ഞാൻ പറഞ്ഞതെന്ന്? ഞാൻ കേസ് പിൻവലിക്കില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അമ്മ എടുത്ത ഒരു തീരുമാനം കറക്റ്റ് തീരുമാനം തന്നെയാണ്. കേസ് ഒരു കാരണവശാലും പിൻവലിക്കാനായിട്ട് പാടില്ല അമ്മേ. അങ്ങനെ അവരിത്രയും അഹങ്കരിക്കണ്ട. അവൻ ചെയ്തത് നിസ്സാര സംഭവമാണോ? അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ അട്ടിപ്പറിച്ചുകൊണ്ട് പോയതല്ലേ അവൻ. ഞങ്ങളെ അമ്മയെ കൂട്ടിക്കൊണ്ടു പോകാനാ വന്നത്. അമ്മ വരണം. ഇല്ല, ഞാൻ വരില്ല. ഞാൻ വരുന്ന പ്രശ്നമില്ല. എന്തിനാ അമ്മ ഇവിടെ പിടിച്ച് നിൽക്കുന്നത്? ഞാൻ ആ സച്ചിയെ കഴുത്തിന് പിടിച്ച് വെള്ളിലാക്കട്ടെ. അപ്പം അമ്മ അങ്ങോട്ട് വരുമോ? അയ്യോ, അതൊന്നും വേണ്ട. എന്താ പെട്ടെന്ന് സച്ചിയോട് ഒരു സ്നേഹമൊന്നും അല്ല. നീ കഴുത്തിന് പിടിച്ച് സച്ചിയെ വെളിയിലാക്കിയിട്ടുണ്ടെങ്കിൽ നീ ജീവനോടെ കാണില്ല. ആ കാര്യം ഓർത്ത് പേടിച്ചിട്ടാണ് വേണ്ട എന്ന് പറഞ്ഞത്. അത് ശരിയാണല്ലേ? അതുകൊണ്ട് നീ അങ്ങനത്തെ സാഹസത്തിനൊന്നും പോകണ്ട. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അതേപോലെ ചെയ്തോളാം. അങ്ങനെ
നമ്മുടെ രേവതിയെയും സച്ചിയെയും കാണിക്കുകയാണ്. അപ്പോൾ ഇവരാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക. അപ്പോൾ രേവതി പറയുകയാണ്, സച്ചിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കും, ദൈവമേ അവനും ജയിലിലേക്ക് പോകേണ്ടി വരും. രേവതി സങ്കടപ്പെടല്ലേ, അച്ഛനേതായാലും വരട്ടെ, അച്ഛനേതായാലും അമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടേ വരുവളായിരിക്കും. അപ്പോൾ അതേ ശ്രീകാന്തും വർഷയും കൂടി വരിക. അപ്പോൾ ഇവർ സച്ചി ഈ രേവതിയോട് പറയാണ്, ചേച്ചി ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായത്. ചേച്ചിയുടെ അനിയനെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിച്ചായിരുന്നു, പക്ഷേ സത്യം എന്താണെന്ന് ഞാൻ ഇപ്പോഴാണ് ചേച്ചി അറിഞ്ഞത്. ചേച്ചി എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തി പറഞ്ഞു. അപ്പോൾ സച്ചിയാണെങ്കിലോ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ. എന്താണാവോ മനസ്സിലാക്കിയത്? അല്ല, അന്ന് ആൻറ്റി മോശമായിട്ട് പെരുമാറിയത് കൊണ്ട് ആൻറ്റിയോട് റിവെഞ്ച് തീർത്തതാണ് ചേച്ചിയുടെ ആങ്ങള എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പോലീസുകാർ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ കേസ് പിൻവലിക്കണം, അമ്മ കേസ് പിൻവലിച്ചില്ലെങ്കിൽ അവനെ ജയിലിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പോലീസുകാർ ഞങ്ങളോട് പറഞ്ഞത് എന്ന് പറയുകയാണ്. അയ്യോ, ഇനിയിപ്പോൾ ആൻറ്റി സമ്മതിക്കോ? അച്ഛൻ അതിനു വേണ്ടി സമ്മതിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ രവി വരുന്നു. രവിയെ കണ്ടപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.